ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി തൂക്ക മഹോത്സവത്തിന്റെ ഭാഗമായ തൂക്ക നേർച്ചകൾ സമാപിച്ചു. ഇന്നലെ രാവിലെ 5-ന് പച്ചപ്പന്തലിൽ എഴുന്നള്ളിപ്പോടെ ആരംഭിച്ച നേർച്ചയ്ക്ക് ഇന്ന് രാവിലെയാണ് സമാപനമായത്. 1000-ൽ പരം തൂക്ക നേർച്ചകളാണ് ഉണ്ടായിരുന്നത്. കന്യാകുമാരി ജില്ലയിൽ കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കൊല്ലങ്കോടാണ് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള കൊല്ലങ്കോട് വെങ്കഞ്ഞി വട്ടവിള ശ്രീ ഭദ്രകാളി ക്ഷേത്രം. കൊല്ലങ്കോട്ടെ ദേവിക്ക് 2 ക്ഷേത്രങ്ങളുണ്ട്. കൊല്ലങ്കോട്ട് വട്ടവിളയിലുള്ളത് മൂലക്ഷേത്രവും വെങ്കഞ്ഞിയിലുള്ളത് ഉത്സവക്ഷേത്രവുമാണ്. ഒരു ദേശത്ത് ഒരു ദേവിക്ക് 2 ക്ഷേത്രങ്ങളുള്ള ഒരേ സ്ഥലവും കൊല്ലങ്കോട് മാത്രം. അവിടെ നിന്നാൽ അറബിക്കടലിൻ്റെ രൗദ്ര സംഗീതം കേൾക്കാം. കലിംഗരാജപുരം എന്നാണ് ചരിത്രപ്രസിദ്ധമായ ഈ സ്ഥലം അറിയപ്പെടുന്നത്. കലിംഗ യുദ്ധത്തിൽ പങ്കെടുത്ത ശേഷം കലിംഗ സാമ്രാജ്യത്തിൽ നിന്നും എത്തിയവർ ഇവിടെ സ്ഥിരതാമസമാക്കിയെന്നും അവരുടെ ആരാധനാമൂർത്തിയായിരുന്നു കൊല്ലങ്കോട്ടമ്മയെന്നും ഐതിഹ്യം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉത്സവം നടക്കുന്ന ഒരു കോവിലാണിത്. ഏറ്റവും കൂടുതൽ തൂക്കം മുടിപ്പുരയാണിത്. എല്ലാ ജാതിക്കാരെയും മതക്കാരെയും അമ്മ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. തൂക്കത്തിന് പേര് കേട്ട ഒരു മുടിപ്പുരയാണ് കൊല്ലങ്കോട്ട് മുടിപ്പുര എന്ന് പറയുന്നത്. 1198 തൂക്കം ഉണ്ട്. എല്ലാ മതക്കാരെയും ജാതിക്കാരെയും അമ്മ അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കോവിലിന് ഇത്രയും പേരും പ്രശസ്തിയുള്ളത്. ഇവിടെ നാട്ടുകാരും എല്ലാ ആളുകളും കമ്മിറ്റിക്കാരും എല്ലാം നല്ല സഹകരണമുള്ള പാർട്ടികളാണ്. തൂക്കക്കാരെ നേർച്ച നിൽക്കുന്ന തൂക്കക്കാരെല്ലാം അമ്മ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും പേര് കേട്ട ഒരു കോവിലാണ് മുടിപ്പുരയാണ് ഇത്. മറ്റുള്ള മുടിപ്പുരക്കാരിലും എന്തുകൊണ്ടും ആളുകൾക്ക് അവർ ഇവിടെ വന്ന് തൊട്ട് തൊഴുതാൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു മുടിപ്പുരയാണ് കൊല്ലങ്കോട്ട് മുടിപ്പുര എന്ന് പറയുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന തൂക്ക ഉത്സവമാണ് പിള്ളത്തൂക്കം. മീനഭരണി നാളിലാണ് ചരിത്രപ്രസിദ്ധമായ ചടങ്ങ്. പിള്ളത്തൂക്കം ആദ്യമായി ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. സന്താനലബ്ധിക്കും സന്താനങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടി നടത്തുന്നതാണ് ഈ നേർച്ച. ഞാൻ ഈ ക്ഷേത്രം 18-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ആരാധന നേർച്ചകളും നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ചരിത്രരേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് കാണുന്ന ഇതേ തരത്തിലുള്ള തൂക്കം 600 കൊല്ലം കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നു. ഈ രീതിയിലല്ലെങ്കിലും ചെറിയ തോതിൽ നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഇവിടുത്തെ പ്രധാന ഉത്സവം, ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഉത്സവം തൂക്ക മഹോത്സവമാണ്. തൂക്ക മഹോത്സവത്തിലും പ്രധാനമായ നേർച്ച തൂക്കം എന്നുള്ള നേർച്ചയാണ്. തൂക്കം കൂടാതെ താലപ്പൊലി, കുത്തിയോട്ടം തുടങ്ങിയ മറ്റ് നേർച്ചകളുമുണ്ട്. ഈ തൂക്ക നേർച്ചയെന്ന് വെച്ചാൽ സാധാരണമായി ഈ തൂക്കം നേർച്ച നടത്തുന്നത് സന്തതി ഇല്ലാതെ വളരെ കാലം കഴിയുന്ന ദമ്പതികൾക്ക് പുതിയ ഒരു കുഞ്ഞിരിക്കുന്നതിന് വേണ്ടിയും, അതേപോലെ ചിലപ്പോൾ സന്തതികൾ ഉണ്ടായിരുന്നാൽ പോലും ഇഷ്ടസന്തതികളിലായിരിക്കും ആൺകുട്ടികളുണ്ടായിരിക്കും, പെൺകുട്ടികൾ കാണില്ല, പെൺകുട്ടികൾ ഉണ്ടായിരിക്കും, ആൺകുട്ടി കാണില്ല. അങ്ങനെ ഇഷ്ടസന്താന ലബ്ധിക്ക് വേണ്ടിയും പിന്നെ കുട്ടികളുടെ ഐശ്വര്യത്തിന് വേണ്ടിയും വിദ്യാഭ്യാസ അഭിവൃദ്ധിക്ക് വേണ്ടി ഇങ്ങനെ പല തരത്തിലുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി ഈ നേർച്ച നടത്തുന്നുണ്ട്. ഓരോ കൊല്ലവും ഈ ഫലസിദ്ധി കിട്ടിയ ആളുകളുടെ പലരും ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ് ഈ ഓരോ ദിവസവും ഓരോ വർഷവും ഈ ക്ഷേത്രത്തിലെ തൂക്ക നേർച്ച ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊല്ലം ഈ ക്ഷേത്രത്തിൽ 1200 തൂക്കം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തൂക്കക്കാരന് 10 ദിവസത്തെ വ്രതം. ഇതിൽ 7 ദിവസം ക്ഷേത്രത്തിൽ തന്നെ കഴിയണം. പച്ചയും ചുവപ്പും നിറത്തിലുള്ള പട്ടാണ് വേഷം. രാവിലെയും വൈകിട്ടും നമസ്കാരമുണ്ട്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് തൂക്കുന്നത്. ഇരട്ട വില്ലുകളാണ് ഇവിടെ ഉപയോഗിക്കുക. ഈ വില്ലുകളെ തടി കൊണ്ടുള്ള രഥത്തിൽ ഘടിപ്പിക്കുന്നു. തൂക്കുകാരൻ്റെ കയ്യിൽ നേർച്ച തൂക്കത്തിനുള്ള കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് തൂക്കക്കാരൻ ക്ഷേത്രത്തിന് ചുറ്റും 40 അടി പൊക്കത്തിൽ പ്രദക്ഷിണം വയ്ക്കും. ഇതാണ് പിള്ളത്തൂക്കം. 8 പേരാണ് ഒരു പ്രാവശ്യം ക്ഷേത്രത്തിനെ വലം വയ്ക്കുന്നത്. ആദ്യ തൂക്കം ദേവിക്കുള്ളതാണ്. അതിൽ കുട്ടികളുണ്ടാകില്ല. തൂക്കത്തിനായി മൂലക്ഷേത്രത്തിൽ നിന്നും ഭക്തി നിർഭരമായ എഴുന്നള്ളത്തുണ്ടാകും. 1198 തൂക്ക നേർച്ചകളാണ് ഇത്തവണ ഉണ്ടായത്. Gracias.
പിള്ളത്തൂക്കം ആദ്യമായി ആരംഭിച്ചത് ഈ ക്ഷേത്രത്തിലാണ്. തൂക്കക്കാരന് 10 ദിവസത്തെ വ്രതമുണ്ട്. ഇതിൽ 7 ദിവസം ക്ഷേത്രത്തിൽ തന്നെ കഴിയണം. ക്യാമറമാൻ ചന്ദ്രനാര്യനാടിനൊപ്പം ദൃശ്യ ജതീന്ദ്രൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.